Dear my students, welcome to English class. Today it is very important part of English grammar. High school English grammar, 8th, 9th, 10th articles. ഏത് പരീക്ഷയ്ക്കാണെങ്കിലും suppose it is class exam, what is unit exam or final year exam, government exam, PSC exam, UPSC exam, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഏത് പരീക്ഷയ്ക്കും 3 മാർക്കിന്റെ ചോദ്യം കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് 3 മാർക്കിന്റെ ചോദ്യം ആർട്ടിക്കിൾസ് ആണ്. ഇതിന് മലയാള വകഭേദം ഒന്നുമില്ല, ആർട്ടിക്കിൾസ് എന്ന് തന്നെയാണ് പറയുന്നത്. 3 numbers, articles 3 numbers and 2 types. 2 തരത്തിൽപ്പെട്ട 3 ആർട്ടിക്കിളാണ്. 2 തരത്തിൽപ്പെട്ട 3 ആർട്ടിക്കിൾ. ആർട്ടിക്കിൾസിന് മലയാളമില്ല, ആർട്ടിക്കിൾ തന്നെയാണ്. ആർട്ടിക്കിൾ എന്നത് പറയുമ്പോൾ വലിയ പദമാണെങ്കിലും അത് കണ്ടു നോക്കുമ്പോൾ, അറിഞ്ഞു നോക്കുമ്പോൾ, അനുഭവിച്ചു നോക്കുമ്പോൾ ചെറിയ പദമാണ്. ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ്? എ ആൻഡ് ബി, 3 എണ്ണമാണ്. 3 ആർട്ടിക്കിൾസ് which are they? ഏതൊക്കെയാണ്? എ ആൻഡ് ബി. എ ഒരു ഒറ്റ ഒന്ന്, ആൻഡ് ഒരു ഒറ്റ ഒന്ന്. അപ്പോൾ എ എൻ എന്ന് വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന തന്നെ ഒരു ഒറ്റ ഒന്ന്. അതിനർത്ഥം ഏതോ ഒരു, പലതിൽ ഒരു കുട്ടി, പല കുട്ടികളിൽ ഒന്ന്, ഒരു രാജ്യം, പല രാജ്യങ്ങളിൽ ഒന്ന്, ഒരു പുസ്തകം, പല പുസ്തകങ്ങളിൽ ഒന്ന്, പലതിൽ ഒന്ന്. ദാറ്റ് ഈസ് പ്രാധാന്യമില്ല, ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. ഒറ്റ എന്ന് കാണിക്കണം. ഒറ്റയാൻ, an elephant, ഒറ്റ ആന, ഒരാന. an engineer, ഒരെഞ്ചിനീയർ. എ കൺട്രി, ഒരു രാജ്യം. പക്ഷെ എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ 2 പദം ഒരു ഒറ്റ ഒന്ന് എന്ന് കാണിക്കാൻ? ഒരു പദം മതിയായിരുന്നില്ലേ? മതിയായിരുന്നില്ലേ? അത് ഇനി നമ്മൾ പറഞ്ഞ കാര്യമില്ല. അത് അവർ 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എ എന്നും ആൻ എന്നും. അതിന് പ്രത്യേക കാരണം ഉണ്ടാവും, ആ കാരണം കണ്ടുപിടിച്ചാൽ നമുക്ക്. എന്നാൽ ദി എന്ന് പറയുമ്പോൾ ഒരു എന്നോ ഒറ്റ എന്നോ ഒന്ന് എന്നോ അർത്ഥമല്ല. പിന്നെന്താണ്? അത് തന്നെ, അതാണ്, അത് തന്നെയാണ്, ഒരു ഉറപ്പുള്ള കാര്യമാണ്. എയും ഏനും ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ദി ഒരു ഉറപ്പുള്ള കാര്യമാണ്. ആ അടിസ്ഥാനത്തിലാണ് ഈ 2 ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നത്. 3 പദങ്ങളെ 2 ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നത്. 2 types, articles 3. Articles 3. കണ്ടോ? 3 numbers. Which are they? A and B. So how many articles? 3 articles. Which are they? A and B. A and have perfect meaning. എക്കും ആനിനും പൂർണ്ണ അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? It shows one. It shows only one. ഒരു ഒറ്റ ഒന്ന്. The only son, the only daughter, അവരുടെ ഏകമകൻ, ഏകമകൾ എന്നൊക്കെ പറയുന്നതാണ്. ഒരു ഒറ്റ. പ്രാധാന്യമുണ്ട്, പക്ഷെ പ്രാധാന്യമില്ല. എങ്ങനെ വരും ഇത്? മറ്റുള്ളവരിൽ ഒന്ന് എന്നുള്ളത്. എന്നാൽ ജിക്കോ അമിത പ്രാധാന്യം കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമുക്ക് ചില വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഊന്നൽ കൊടുത്തുകൊണ്ട്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എംഫസൈസ് ചെയ്തുകൊണ്ട്, ഊന്നി പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട്
ഐ സോ എ മാൻ, എൻ ഓൾഡ് മാൻ. ഞാനൊരു മനുഷ്യനെ കണ്ടു, ഒരു വൃദ്ധനെ കണ്ടു. ഐ സോ എ മാൻ, ഐ സോ എൻ ഓൾഡ് മാൻ. ആദ്യം പറഞ്ഞു ഞാനൊരാളെ കണ്ടു, പിന്നെ പറഞ്ഞു ഞാനൊരു വൃദ്ധനായ മനുഷ്യനെ കണ്ടു. ഈ വീണ്ടും പറയാണ് ദ മാൻ വാസ് വെരി ടയേർഡ്. വീണ്ടും പറഞ്ഞു എ മാൻ വാസ് വെരി ടയേർഡ്. ആദ്യത്തെ മനുഷ്യനാവും ഇല്ലല്ലോ. ആദ്യത്തെ മനുഷ്യനാണെന്ന് വീണ്ടും ഉറപ്പ് വരുത്തണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ച ആദ്യത്തെ ആള് തന്നെയാണ് രണ്ടാമത്തെ ആളെന്ന് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയണം? ദ മാൻ വാസ് വെരി ടയേർഡ്. ഞാൻ കണ്ട ആ വൃദ്ധനായ മനുഷ്യൻ വളരെ ക്ഷീണിതനായിരുന്നു. ഇത് മാർച്ച് പരീക്ഷയിൽ ചോദിക്കുന്നു. I saw an old man yesterday. ഡാഷ് ഉണ്ടാവും. I saw dash man yesterday. അങ്ങനെയാണെങ്കിൽ I saw a man yesterday. എന്നാൽ I saw dash old man yesterday. അപ്പോഴെന്ത് പറയും? I saw an old man yesterday. അതിന്റെ അർത്ഥം എന്താണ്? ഈ എയും ആനും പിന്നിൽ വരുന്ന, അതിന് ശേഷം വരുന്ന വാക്കുകളുടെ ശബ്ദത്തിനനുസരിച്ചിട്ടാണ്. അതാണ് നമ്മളവിടെ പഠിക്കാൻ പോകുന്നത്. എ മാൻ, പക്ഷെ ആൻ ഓൾഡ് മാൻ എന്താ വ്യത്യാസം വന്നത്? രണ്ടും ഒരർത്ഥം, ഒരു മനുഷ്യൻ. പക്ഷെ വീണ്ടും പറയാണ് ആ മനുഷ്യൻ വളരെ ക്ഷീണിതനായിരുന്നു. ദാറ്റ് മാൻ വാസ് വെരി ടയർഡ് എന്ന് പറയണ്ട. ദ മാൻ വാസ് വെരി ടയർഡ്. പന്തി എന്നതിന് ദാറ്റെന്ന് അർത്ഥം കിട്ടിയല്ലോ. അതാണ് മാഷ കൊണ്ട് എഴുതി വെച്ചിരുന്ന അർത്ഥങ്ങളൊക്കെ. ഏക്കും ആനിനും ഒരു ഒറ്റ ഒന്ന് എന്ന അർത്ഥം. ഏക്കും ഏനിനും ഒരു ഒറ്റ ഒന്ന്. ഒരു രാജ്യം, എ കൺട്രി. ഒറ്റ ഉത്തരം, എൻ ആൻസർ, എൻ ആൻസർ. ഒറ്റ രാജ്യം, എ കൺട്രി. ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഓൺലി വൺ ആൻസർ, ആൻ ആൻസർ അല്ലെ? ഓൺലി വൺ ആൻസർ. അത് തന്നെയാണ് ആൻ ആൻസർ. ഒരു ഉത്തരം, ഒരേ ഒന്ന്. ഒറ്റ, ഒന്ന്, ഒരു, ഒറ്റ. നമ്മൾ പറഞ്ഞ ഒറ്റ, ഒറ്റ രാജ്യം, ഓൺലി വൺ കൺട്രി. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഊന്നൽ കൊടുക്കാതെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിൽ ഒന്ന്. ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. പല കുട്ടികളിൽ ഒരാൾ, എ ബോയ്. പല പെൺകുട്ടികളിൽ ഒരാൾ. There is only one girl in the room, classroom. There is a girl in the classroom. ശരിയല്ലേ? അവിടെ ഒരു പെൺകുട്ടി മാത്രമാണുള്ളത്, ഒരു പെൺകുട്ടിയാണുള്ളത്. There is a boy in the class. അവിടെ ഒരു ആൺകുട്ടിയാണുള്ളത്. Only one boy. അതാണ്. എന്നാൽ ദി പറയുമ്പോഴോ ദി ഹിമാലയ, ദി സൺ, ദ മൂൺ. എന്നോ ദാന്നോ ശബ്ദത്തിനനുസരിച്ച് നമുക്ക് മാറ്റി പറയേണ്ടി വരും. അപ്പോഴെന്താണ്? അതിന് പ്രാധാന്യമുണ്ട്. ഭൂമിയിൽ ഒരെണ്ണേ ഉള്ളൂ, മൂൺ ഒന്നേ ഉള്ളൂ, ദ എർത്ത് ഒന്നേ ഉള്ളൂ, ദ സൺ ഒന്നേ ഉള്ളൂ. പിന്നെ എ സൺ എന്ന് പറയാൻ പറ്റും. കുറെ എണ്ണത്തിലൊന്നെന്ന് പറയുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. എ സ്റ്റാർ, കുറെ സ്റ്റാർ ഉണ്ട്. എ സൺ നമുക്ക് പറയാം. എ സൺ ഈസ് റൈസിംഗ് എന്ന് പറയാൻ പറ്റുമോ? പലച്ചോക്ക്. അപ്പം ഗ്രാമർ നോക്കി എ സൺ ഈസ് റൈസിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ ദർ മേ ബി 2 സൺസ് ഓർ 3 സൺസ്. അത് മക്കളുണ്ടാവും, സൂര്യനുണ്ടാവില്ല. ഒരു സൂര്യനേ ഉള്ളൂ. അതുകൊണ്ടത് ദി. ഇതാണല്ലോ ഇതിന്റെ അടിസ്ഥാനം. അപ്പോഴിങ്ങനെ ഭാഷ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവണമെങ്കിൽ ആർട്ടിക്കിൾസിനെ പഠിക്കണം. വെരി സിമ്പിൾ, വളരെ എളുപ്പമാണ്. ഹൗ മെനി ആർട്ടിക്കിൾസ്? 3 in number. Which are they? A and B. What is the meaning of A? ഒരു ഒറ്റ ഒന്ന്. What is the meaning of an? ഒരു ഒറ്റ ഒന്ന്. What is the importance of the? അത്, അത് തന്നെ എന്ന് കാണിക്കുന്നു. Yes. 2 types. So എന്താണ് ഈ മൂന്നിന് രണ്ട് തരാക്കി തിരിച്ചത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇതാ ഡെഫിനിറ്റ് എന്ന് സുനിശ്ചിതമാണ്, ഡെഫിനിറ്റ് ആണ്. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അനിശ്ചിതമാണ്. ഇപ്പം ഡെഫിനൈറ്റ് എന്നോ ഡെഫിനിറ്റ് എന്നോ പറയുമ്പോൾ അത് ഊന്നൽ കൊടുത്ത് പറയുന്ന അർത്ഥം വെച്ചു. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അതാണ്. വിച്ച് ഇസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ദി ഈസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ ഇൻഡെഫിനിറ്റ് ആദ്യം പറയാവുന്നതിനേക്കാളും ഭംഗി ഡെഫിനിറ്റ് പറഞ്ഞിട്ട് നെഗറ്റീവായി ഇൻഡെഫിനിറ്റ് പറയുന്നത്. അതുകൊണ്ടാണ്
ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആദ്യം എടുത്തു. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണ്? ദി. സുനിശ്ചിതമാണ്. ദ ബുക്ക്, ദ പേഴ്സ്, ദ ചൈൽഡ്. ഏതൊരു കുട്ടി ആദ്യം പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഏതൊരാളെ പറ്റി ആദ്യം പറഞ്ഞു, ഐ ഗോട്ട് എ ന്യൂ ബുക്ക്, ദ ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കണ്ടോ? ഐ ഗോട്ട് എ ന്യൂ ബുക്ക്, എനിക്കൊരു പുസ്തകം കിട്ടി. ദ ബുക്ക് ഈസ്, ഏത് ബുക്ക്? ദ ബുക്ക്, ആ പുസ്തകം. കണ്ടോ? ഊന്നൽ കൊടുത്ത് സുനിശ്ചിതമായി പറയുന്നു. ഡെഫിനൈറ്റ്, ഞാൻ ആദ്യം പറഞ്ഞതാണ്. ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. സോ വിച്ച് ഇസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ദി. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ആണ്. certain ആണ്. CERIO, ആർ അങ്ങോട്ട് ആണ്. certain ആണ്. CERTAIL, certain, സുനിശ്ചിതമായതാണ്. സോ വിച്ച് ഇസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ? അപ്പോൾ 2 types of articles. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞൂടാ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഒന്നേ ഉള്ളൂ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. ഇൻഡെഫിനിറ്റ്, ഡെഫിനിറ്റ് അല്ലാത്തത്, സുനിശ്ചിതമല്ലാത്തത്, മലയാളത്തിൽ അനിശ്ചിതം. ഏതോ ഒരാൾ വന്നിട്ടുണ്ട്, വീട്ടുമുറ്റത്ത് ഒരാൾ വന്നിട്ടുണ്ട്. ഏതോ ഒരാൾ, നമുക്കറിയില്ല. എ മാൻ ഓർ എ വുമൺ, ഏതോ ഒരു സ്ത്രീ ഏതോ ഒരു ജോലിയുമായിട്ട്, കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഒരു വസ്തുവിനെ ഊന്നി പറയണമെങ്കിൽ, പ്രാധാന്യം കൊടുത്ത് പറയണമെങ്കിൽ, എംഫസൈസ് ചെയ്ത് പറയണമെങ്കിൽ, സേർട്ടൺ എന്ന് പറയണമെങ്കിൽ, ഡെഫിനിറ്റായി പറയണമെങ്കിൽ ആരുപയോഗിക്കാം? ദിയെ ഉപയോഗിക്കാം. അപ്പൊ അപ്പോഴാണ് ദി ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും വസ്തുവിന് നാമപദങ്ങൾക്ക് മുന്നിൽ ഇത് വരുള്ളൂ. കോമൺ നൗൺ, പൊതുനാമപദങ്ങൾക്ക് മുന്നിലാണ് ആർട്ടിക്കിൾ ഉപയോഗിക്കുക. സോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് കോമൺ നൗൺ. കണ്ടോ? കോമൺ നൗണാണ്. ഒരു റഹീം എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു രക്തൻ എന്ന് പറയാൻ പറ്റൂ ഇല്ലല്ലോ. എന്നാൽ കോമൺ നൗണ് പറയാം. എങ്ങനെ പറയാം? ഒരു കുട്ടി, ഒരാൺകുട്ടി. കുട്ടി എന്ന് പറയുന്ന പൊതുവാണ്. അതിൽ പിന്നീട് വരുന്ന സമയത്താണ് നമുക്ക് അതിൽ നിന്ന് മാറ്റിയിട്ട് ക്ലിയർ ആയിട്ട് നൗണായിട്ട്, നാമപദമായിട്ട് എങ്ങനെയുള്ളത്, ആളിനെ കാണിക്കുന്ന, പേരിനെ കാണിക്കുന്ന നാമപദമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു മാങ്ങ, ഏതൊരു മാങ്ങ, അത് മൽഗോവയാവാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള കൊളോറ് മാങ്ങയോ നാട്ടുമാങ്ങയോ എന്തോ ആവും, ഒരു മാങ്ങ. പക്ഷെ പേര് പറയുന്നില്ല, അതിന്റെ പേര് പറയില്ല. ഒരു പട്ടി. അത് ഏത് വിഭാഗം? മേ ബി അൽസേഷൻ, മേ ബി പറയൻ, മേ ബി ഡോവർമാൻ. അപ്പോഴാ ഇത് വരുന്നുള്ളൂ. അതുമാതിരി കോമൺ നൗണിന് മുന്നിലാണ്, പൊതുനാമോദങ്ങൾക്ക് മുന്നിലാണ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് എ മാൻ. പക്ഷെ ആ പേരിന് വന്നാലോ, എ റഹീം എന്ന് പറയാൻ പറ്റുമോ? എ രാമൻകുട്ടി എന്ന് പറയാൻ പറ്റുമോ? എ തോമസ് കുട്ടി എന്ന് പറയാൻ പറ്റുമോ? എ അബ്ദുള്ള കുട്ടി എന്ന് പറയാൻ പറ്റുമോ? ഇവർക്ക് പൊതുവെ പേരുണ്ടല്ലോ. മാൻ പറയാം. എ മാൻ. ദർ ഈസ് എ മാൻ സ്റ്റാൻഡിങ്. എ മാൻ ഈസ് സ്റ്റാൻഡിങ് ദർ. ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. വാട്ട് ഈസ് ഹിസ് നെയിം? പോയി ചോദിച്ചു വരുന്നു. ഹിസ് നെയിം ഈസ് അബ്ദുള്ള കുട്ടി. യെസ്. ഹിസ് നെയിം ഈസ് തോമസ് കുട്ടി. ഹിസ് നെയിം ഈസ് രാമൻകുട്ടി. നമുക്ക് ക്ലിയറായി. അപ്പോഴാണ് ആദ്യം എ എന്ന് പറഞ്ഞത്. അതിനിവിടെ പറഞ്ഞുള്ളത് ഇൻഡെഫിനൈറ്റ്, അനിശ്ചിതമായ ഒരു ഒറ്റ ഒന്ന് എന്ന് കാണിക്കാൻ നമുക്ക് ആരുപയോഗിക്കാം? ഏനെ ഉപയോഗിക്കാം. 2 ദിവസം കൊണ്ട് ഇന്ന് നാളെ തീരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനോടുകൂടി വിവരിച്ച് സാധാരണ പാഠെടുക്കുന്ന മാതിരി എടുക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസിനെ പറ്റി പൊതുബോധം വന്നു തുടങ്ങിയല്ലോ. വാട്ട് ഈസ് മീൻ ബൈ ആർട്ടിക്കിൾ? ഡെഫിനിഷൻ പറഞ്ഞില്ല. ആർട്ടിക്കിൾസ് ആർ 3 in number. They act as adjectives. വിശേഷണമായിട്ട് ഉപയോഗിക്കുകയാണ് അവർ. വിശേഷണമായിട്ട് ഒരു ആന എന്ന് പറയുന്ന മാതിരി തന്നെ, അമ്മോ 10 ആനകളുണ്ട്, 10നെ കൊണ്ട് വിശേഷിപ്പിക്കല്ലേ. ന്യൂമറിക്കൽ അഡ്ജക്റ്റീവാണത്, ന്യൂമറാണത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഒരാന എന്ന് പറയുന്ന ആണ് ഒരു വിശേഷണം. നമ്മളെ പറയുന്നു അവിടെ പോയിട്ടോ, അവിടെ ആരുമില്ല, ഒരാളുടെ ആടെ ഇങ്ങനെ ഇരിക്കുന്നു. ആളുടെ വിശേഷനാണ്.
അവിടെ എത്ര പേര്? അവിടെ 100 പേരുണ്ട്. 100 പേര് കണ്ടോ? പഞ്ചപാണ്ഡവർ, പാണ്ഡവരുടെ വിശേഷണമാണ്. 100 പേർ കൗരവരുടെ വിശേഷണമാണ്. 100 പേര് എങ്കിൽ ഒരു കൃഷ്ണനേ ഉള്ളൂ. കൃഷ്ണൻ ഒരാളേ ഉള്ളൂ. ഒരു ദൈവം, ഒരു മനുഷ്യൻ. അപ്പൊ ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ഒറ്റ ഒന്ന്. അതാണ് എ. ഒരു ജാതി, എ റിലീജിയൻ, അല്ലെങ്കിൽ എ കാസ്റ്റ്. ഇവിടെ കാസ്റ്റ് അല്ല പറയുന്നു. ഒരു ജാതി എന്ന് പറഞ്ഞാൽ ആൺജാതി പെൺജാതി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വിഭാഗത്തിൽപ്പെട്ടത്, ഒരു മതത്തിൽപ്പെട്ടത്, സ്നേഹത്തിന്റെ മതം. അതാണ് സ്നേഹത്തിന്റെ മതം, ഒരു മതം എന്ന് പറയുന്നത്. ഒരു ദൈവം. അപ്പോൾ ഒരു തരത്തിൽപ്പെട്ട മനുഷ്യരും ഒരു മതത്തിൽപ്പെട്ട, സ്നേഹമെന്ന മതത്തിൽ നിൽക്കുന്നവരും, ആൺജാതി അല്ലെങ്കിൽ പെൺജാതി എന്ന് വകതിരിക്കാൻ പറ്റുന്ന, അതായത് മനുഷ്യന്റെ ജാതി. അതുകൊണ്ടാണ് ഒരു ജാതി. അപ്പൊ ചോദിക്കും 2 ജാതി ഇല്ലെന്ന്. 2 ജാതി എന്ന് വേണേ പറയാം. എന്താ 2 ജാതി? ആൺജാതിയും പെൺജാതിയും. പക്ഷെ ആൺജാതി ആകട്ടെ പെൺജാതി ആകട്ടെ, ഭക്ഷണം കഴിക്കുന്ന, ശ്വാസം എടുക്കുന്ന, കുളിക്കുന്ന, അതുപോലെ തന്നെ ഉറങ്ങുന്ന, അങ്ങനെ ഒറ്റ ജാതിയുള്ളൂ. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. യെസ്. അപ്പൊ നോക്കൂ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഏനുമാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദി ആണ്. ഇനി ആർട്ടിക്കിൾസ് ആർ 3 നമ്പർ. പഠിച്ചു. ആർട്ടിക്കിൾസ് ആർ 3 നമ്പർ. ഇത് കഴിഞ്ഞിട്ട് നാളെ കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം 8, 9, 10 നടത്തുന്ന പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദ്യം വരും. ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ്. സ്കൂളിൽ നിന്ന് പഠിപ്പിക്കില്ല എന്ന് ഇപ്പോഴത്തെ കണ്ടീഷൻ. അല്ലാണ്ട് ഇതിലൊരു പഠിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇഫ് യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഐ വിൽ ടീച്ച് ഇറ്റ്. എന്റെ മുന്നിലെത്തുന്ന 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും +1 +2 ഈ ഡിഗ്രി ആരാവട്ടെ, അവരെ ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ അറിയാതെ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ എത്രയുണ്ട്? 3 ഉണ്ട്. ഏതൊക്കെ തരത്തിൽപ്പെട്ടതാണ്? 2 തരത്തിൽപ്പെട്ടതാണ്. ഏതൊക്കെ 2 തരം? ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഏതാ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ? അത് ദി ആണ്. ഏതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ? അത് എയും ആനുമാണ്. എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ അർത്ഥം? എന്താണ്? ഒരു ഒറ്റ ഒന്നെന്നാണ്. എങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ അർത്ഥം എന്തായിരിക്കും? അത് തന്നെ എന്നാണ് അതിനർത്ഥം. അപ്പോഴെന്താണ് ഇതിന്റെ ജോലി? ആർട്ടിക്കിൾസ് ആർ 3 നമ്പർ. എ ആൻഡ് ദി. കണ്ടോ? അത് ഏതൊക്കെയാണ്? എയും ആനും ദിയും. എ ആൻഡ് ദി. മുൻപത്തെ പറഞ്ഞു കൊടുത്ത ആൻഡ് ദി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ വീട്ടിൽ പോയിട്ട് 4 ആർട്ടിക്കിൾ ഉണ്ട്. ഇതൊക്കെയാ? എയും ആനും ആൻഡും ദിയും. ആ എയും ആനും അതിനോട് 3ാമത്തെ കൂട്ടാനെ ആൻഡ് പറഞ്ഞ്. ആൻഡ് ആർട്ടിക്കിൾ അല്ല, ആൻഡ് കൺജങ്ഷൻ നമ്മൾ പഠിച്ചതാണ്. ആൻഡ് ദി എന്ന് പറയാൻ ലേശം പേടിയുള്ളതുകൊണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയും 4 ഉണ്ട്. എന്തൊക്കെ മാഷ് പറഞ്ഞത്? എയും ആനും ആൻഡും ദിയും ഉണ്ടെന്ന് പറയും. എയും ആനും ആൻഡില്ല, എയും ആൻ. അതുകൊണ്ട് ഈ അടയാളിട്ടത് ഉണ്ടാവും. ആൻഡും ദി അടയാളിട്ടത്. എ ആൻഡ് ദി. എ ആൻഡ് ആൻ ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. വിച്ച് ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്? അനിശ്ചിതത്വം കാണിക്കുന്ന, ഒരു ഒറ്റ ഒന്ന് കാണിക്കുന്ന ഏതൊക്കെയാണ്? എയും ആനും. എയും ആനും. എയും ആനും. And it shows anyone. കണ്ടോ? I want a പെൻസിൽ. ഏതെങ്കിലും ഒരു പെൻസിൽ വരയ്ക്കാൻ. അത് നടരാജ പെൻസിലായാലും, അല്ല റോയൽ പെൻസിലായാലും, അതല്ല മറ്റേതെങ്കിലും കമ്പനിയുടെ പെൻസിലായാലും, ഏതെങ്കിലും മതി. എ പെൻസിൽ. ഒരു പെൻസിൽ, ഏത് പെൻസിലാവും. നമ്മൾ പറയുന്നു ഐ വോണ്ട് എ എന്ന് പറഞ്ഞിട്ട് എ നോട്ട്ബുക്ക്. ഏത് നോട്ട്ബുക്ക്? ക്ലാസ്മേറ്റ് ആട്ടെ, കോളേജ് നോട്ടാട്ടെ, അല്ലെങ്കിൽ ഈ സ്റ്റോറിൽ തരുന്ന സർക്കാർ ഇറക്കി വിട്ടിട്ട് ത്രിവേണി നോട്ടാവട്ടെ. അപ്പം ത്രിവേണി നോട്ട് വാങ്ങിയാലും, ക്ലാസ്മേറ്റ് നോട്ട് വാങ്ങിയാലും, കോളേജ് നോട്ട് ബുക്ക് വാങ്ങിയാലും ശരി, ഐ വോണ്ട് എ നോട്ട്ബുക്ക്. എ നോട്ട്ബുക്ക് ഏതെങ്കിലും ഒരു. അതാണ് എ എന്നതിന് എനി വൺ എന്നർത്ഥം കൊടുത്തു. അപ്പം വീണ്ടും പറയുന്നു, ആർട്ടിക്കിൾസ് എ ആൻഡ് ബി 3. 2 types. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ സുനിശ്ചിതമായ അർത്ഥം കാണിക്കുന്നത് ദി. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അനിശ്ചിതമാണ്, ഏതോ എന്ന് പറയുന്നതാണ്, ഏതോ ഒരു എന്ന് പറയുന്നതാണ്, ഏതോ ഒറ്റ എന്ന് പറയുന്നതാണ് എയും ആനും. ആർട്ടിക്കിൾസ് ആർ 3 നമ്പർ. എ ആൻഡ് ദി. A and are indefinite articles. It shows anyone. The is അത് ഇൻവെർട്ടർ കോമയിട്ടില്ല മതി. കണ്ടോ? The is the definite article. അതാണ് definite article. It emphasize ഊന്നി
പറയുക. ഊന്നി പറയുക. അപ്പൊ നമ്മൾ ഏതോ ഒരു സാധനം എടുക്കാൻ വിട്ടുപോയി. ആ വിട്ടു പറയുന്നത് വിട്ടുപോയത് പേഴ്സ്. ഓ, വെർ ഇസ് ദ പേഴ്സ്? ആ മൈ പേഴ്സ് അല്ല, വെർ ഇസ് ദ പേഴ്സ്? പൈസ എല്ലാം എങ്ങനെ പുറത്തേക്ക്? ദ പേഴ്സ്. അപ്പോൾ പറയുന്നു വെർ ഈസ് ദ പേഴ്സ്? ദാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. അകം മുഴുവൻ തെരഞ്ഞു നടക്കേണ്ട, മേശപ്പുറത്ത് മാത്രം നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഇൻ ദ പേഴ്സ്. നിങ്ങൾ പോകുന്നതിന് വിട്ടുപോയിട്ട് ഞാനത് മേശയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ ടേബിൾ. കണ്ടോ? ദാറ്റ് ഈസ് ഇൻ ടേബിൾ എന്നല്ല പറഞ്ഞു, ഇൻ ദി ടേബിൾ. ടേബിൾ തന്നെ നോക്കിയാൽ മതി. പേഴ്സ് അവിടെ തന്നെ ഉണ്ട്. അപ്പം പേഴ്സിന് മുതലായി, മേശയ്ക്ക് മുതലായി. അതിനാണ് എംഫസൈസ് എന്ന് പറയുന്നത്, ഊന്നിപ്പറയൽ എന്ന് പറയുന്നത്. ഊന്നിപ്പറയുന്ന നോക്കൂ, സംതിങ് ദാറ്റ് ഈസ് certain or sure. അപ്പോഴേ എന്തിനെ കാണിക്കും? സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഷുവർ. ഉറപ്പില്ല. എനിക്ക് ഒരു പേന, എനിക്ക് ഒരു പെൻസിൽ, ഇതും ആവാം, ഇന്ന് തന്നെ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു പേന എടുക്കാം. ഐ വോണ്ട് എ പെൻ, ഐ വോണ്ട് എ പെൻസിൽ. ഹീസ് ആൻ ഇന്ത്യൻ. അയാൾ ഒരു ഇന്ത്യക്കാരനാണ്, ഒരു ഇന്ത്യക്കാരൻ. ഹീസ് ആൻ ഇഡിയറ്റ്. അവനൊരു വിഡ്ഢിയാണ്, ആൻ ഇഡിയറ്റ്. അപ്പൊ ഇനി ഇത് ക്ലാസിഫൈ ചെയ്യുന്ന നമുക്ക് പഠിക്കേണ്ടത്, നോക്കൂ, ആർട്ടിക്കിൾസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എയും ആനും ദിയും മൂന്നെണ്ണം, രണ്ട് തരത്തിൽപ്പെട്ടതുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദി, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എയും ആനും. ആർട്ടിക്കിൾസ് ആർ 3 in number, എ ആൻഡ് ഡി. ആൻഡ് എൻ. ഇത് എഴുതിയെടുത്തോളണം. ഞാൻ നോട്ട് പിന്നെ തരും, കാരണം ഇത് എഴുതിയെടുത്തോളൂ. അതാണ് എത്ര വിശദമായിട്ട് പറയുന്നത്. എ ആൻഡ് എൻ ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. അനിശ്ചിതത്വം കാണിക്കുന്നവയാണ്. ഇറ്റ് ഷോസ് എനി വൺ. അത് ഏതെങ്കിലും ഒന്നിനെ കാണിക്കുന്നു. ദി ഈസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. കണ്ടോ? ദി ഈസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദി ആണ്. ഇറ്റ് ഷോസ് സംതിങ് ഷുവർ. ഇത് ഉറപ്പിനെ കാണിക്കുന്നു. ഓർ ഇറ്റ് ഷോസ് സംതിങ് എംഫസൈസ്. അത് ഊന്നൽ കൊടുത്ത് കാണിക്കുന്നു. അപ്പോഴ് ഇൻട്രൊഡക്ടറി ക്ലാസ് ഇന്ന് കഴിഞ്ഞു. നാളെ അതിന്റെ എവിടെ ഉപയോഗിക്കുന്ന ലോ പറയുന്നതിന്റെ എക്സാമ്പിൾ ചെയ്യുന്നു. അതുകൊണ്ട് മക്കളിത് വളരെ ശ്രദ്ധിച്ചിട്ട് 2-3 തവണ കേൾക്കുക. ഇത് ആജീവനാന്തം മനസ്സിൽ വെക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് നമുക്ക് സ്കോറിംഗ് പോയിന്റ്സ് ആണ്. അതുകൊണ്ടാണ് ആർട്ടിക്കിളിന്റെ പകുതി എടുത്തുള്ളൂ. അത് തന്നെ 10-25 മിനിറ്റ് ആയി വലിയ ക്ലാസ് ആയിട്ട് എടുത്തത്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചു കേൾക്കുക. ഇതതിലേക്ക് എഴുതി വെക്കുക. ലാസ്റ്റിന് നോട്ട് തരും. യെസ്, ലെറ്റ് us wind up this class today and let us continue it tomorrow. Thank you.